കൊല്ലം നീണ്ടകരയിലേക്ക് പോകുമ്പോൾ അവിടെ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു കാണാതായ ഗൗതം കൃഷ്ണനായുള്ള തിരച്ചിലും തുടരുകയാണ്. തിരച്ചിലിനായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും എത്തിയിട്ടുണ്ട്. നാവികസേന എത്താത്തതിൽ ഗൗതമിന്റെ അമ്മ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. നേവിയുടെ സ്കൂബ ഡൈവേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഷിപ്പ് ഇന്നലെ രാത്രി 10 മണിക്ക് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ വെളുപ്പിനെ 2 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഒരു 2 നോട്ടിക്കൽ മൈൽ ഫ്രം ഈ സീഷോറിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവർ ഡൈവിംഗ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് ഫലപ്രദമാകും എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം. അതിനുപരിയായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന മറ്റൊരു മെക്കാനിസം, കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇന്നലെ സെർച്ച് നടത്തിയെങ്കിലും അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ലോഡ് ചെയ്ത് വരുന്ന ഫ്യൂവല് കൊല്ലത്തെത്തിക്കഴിഞ്ഞ് അവർക്ക് ആ ഫ്യൂവല് തീരുമ്പോൾ തിരിച്ചു പോകണം. അപ്പം ഇന്ന് നമ്മൾ അതിനുവേണ്ടി ചെയ്തേക്കുന്നത് അത് ആശ്രാമം മൈതാനത്തിൽ ലാൻഡ് ചെയ്യാനും എന്നിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ATF ഇവിടെ കൊണ്ടുവന്ന് അത് റീഫ്യൂവലിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു അഡീഷണൽ എഫേർട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അവരുടെ മറ്റൊരാവശ്യമായിരുന്നു ഫിഷർമെനിലുള്ള 2 പേരെ കൂടെ പോകുന്ന ബോട്ടിൽ നമുക്ക് വിടണം. പിറ്റേ ദിവസം മുതൽ നമ്മളത് ഇന്നലെ ചെയ്തു. ഇന്നിപ്പോൾ പോയ എല്ലാ ബോട്ടിലും ഇവിടുന്ന് തീരത്തുനിന്ന് പോയേക്കുന്ന ബോട്ടിലെല്ലാം അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള 2 ഫിഷർമെനെ വിട്ടിട്ടുണ്ട്. അങ്ങനെ സാധ്യമായ എല്ലാ എഫേർട്സും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എഫേർട്സിന്റെ ഒരു. റിസ്വാൻ വിവരങ്ങൾ നൽകും. റിസ്വാൻ, അപ്പോൾ നേവി രംഗത്തെത്തണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. നേവി എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് കാലാവസ്ഥ അത്ര അനുകൂലമല്ല എന്ന് ആണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? നേവിയുടെ മുങ്ങൽ സംഘത്തിന്റെ തിരച്ചിൽ ഇപ്പോൾ നീണ്ടകരയിൽ തുടരുകയാണ്. 10 ദിവസമായി ഗൗതം കൃഷ്ണ അപകടത്തിൽപ്പെട്ടിട്ട് 10 ദിവസമായിട്ടും ഇതുവരെയും ഗൗതം കൃഷ്ണനെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ കോസ്റ്റൽ പോലീസ്, അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായാണ്. കൂടെ ഈ മത്സ്യത്തൊഴിലാളികളും ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. അല്പസമയം ഇപ്പോൾ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ മുതലാണ് ഈ നേവി സംഘം ഇവിടെ തെരച്ചിൽ ആരംഭിച്ചത്. ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു നേവി സംഘം തെരച്ചിലിനായി എത്തിയത്. പ്രധാനമായും കുടുംബം ഉന്നയിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഫ്യൂവൽ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് കൊച്ചിയിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ വരുന്നത്. ഹെലികോപ്റ്റർ കൊല്ലത്തേക്ക് എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഇന്ധനം അവർ നഷ്ടമാകുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇന്ന് ിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് നിലവിൽ കൊല്ലം ആശ്രാമം മൈതാനത്തായിരിക്കും ഈ ഹെലികോപ്റ്റർ ഇറങ്ങുക. മാത്രമല്ല കൊച്ചിയിൽ നിന്നൊരു പ്രത്യേക ഇന്ധന കപ്പാസിറ്റി ഈ ഹെലികോപ്റ്ററിനായി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ പറയുന്നു. ഈ നേവി നിലവിൽ തെരച്ചിൽ നടത്തുന്നത് ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട സ്ഥലത്താണ്. അവിടെയാണ് ഈ സംശയമുള്ളത്. ഈ വലയിൽ കുടുങ്ങിയതാകാം എന്നുള്ളൊരു സംശയം നിലവിൽ ഈ ഫിഷറീസ് വകുപ്പിനും അതുപോലെ തന്നെ ഈ തെരച്ചിൽ നടത്തുന്ന സംഘത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നേവിയുടെ മുങ്ങൽ സംഘം ആ ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അവിടെ ഇന്നത്തോടെ ഒരു തീരുമാനമാകും എന്ന ഒരു പ്രതീക്ഷ ഇന്ന് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് ജില്ലാ കളക്ടറും പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആക്കിയിട്ടുള്ള ഒരു സെർച്ച് കണ്ടക്ട് ചെയ്യാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും ഒക്കെ ഒരു തീരുമാനം. എന്തായാലും നിലവിൽ ഈ 2 മത്സ്യത്തൊഴിലാളികൾ ഈ കപ്പൽ നേവിയുടെ കൂടെ ഈ തെരച്ചിൽ പങ്കാളികളാവുന്നുണ്ട്. കുടുംബത്തിന്റെ തന്നെ ഭാഗമായ 2 മത്സ്യത്തൊഴിലാളികളാണ് ഈ കപ്പലിൽ ഇവരോടൊപ്പം തെരച്ചിലിന് ഉള്ളത്. എന്തായാലും നിലവിൽ മഴ വിട്ടിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു ഈ കാലാവസ്ഥ മാറിയത്. കനത്ത മഴയുണ്ടായിരുന്നു. കനത്ത മഴ ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ തിരമാല ഉണ്ട്, ഉയർന്ന തിരമാലയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തെരച്ചിൽ ദുഷ്കരമാണ് എങ്കിൽ പോലും ഇന്നത്തോടെ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും, ഒരു പ്രതീക്ഷയുള്ള ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്നാണ് ജില്ലാ കളക്ടറും അധികൃതരും അറിയിക്കുന്നത്.